ശബരിമല സന്നിധാനത്ത് വിളക്കെഴുന്നള്ളിപ്പിന്റെ ഭാഗമായി മണിമണ്ഡപത്തിലെ കളമെഴുത്തിൽ ഓരോ ദിവസവും അയ്യപ്പന്റെ ഓരോ ഭാവങ്ങൾ വിരിയുകയാണ്. പന്തളം കൊട്ടാരത്തിൽ നിന്നുമാണ് കളമെഴുത്തിനുള്ള പ്രകൃതിദത്തമായ നിറങ്ങൾ നൽകുന്നത്. ആദ്യ ദിനം ബാലക ബ്രഹ്മചാരി, രണ്ടാം ദിനം വില്ലാളി വീരൻ, മൂന്നാം ദിനം രാജകുമാരൻ, നാലാം ദിനം പുലിവാഹനൻ, അഞ്ചാം ദിനം ശാസ്താരൂപത്തിലേക്ക് എത്തുന്ന തിരുവാഭരണഭൂഷിതനായ അയ്യപ്പൻ എന്നീ ഭാവങ്ങളാണ് കളമെഴുത്തിലുള്ളത്. പന്തളം കൊട്ടാരത്തിൽ നിന്നുമാണ് കളമെഴുത്തിനുള്ള പ്രകൃതിദത്തമായ നിറങ്ങൾ നൽകുന്നത്. മഞ്ഞൾ, ഉമിക്കരി, വാഴപ്പൊടി തുടങ്ങിയവയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. മകരവിളക്ക് ഉത്സവത്തിന് കളമെഴുത്ത്, എഴുന്നള്ളത്ത്, നായാട്ടുവിളി, പാട്ട്, ഗുരുതി എന്നിങ്ങനെ 4 ചടങ്ങുകളാണുള്ളത്. ആദ്യം 4 ചടങ്ങുകൾ മകരസംക്രമ ദിവസം മുതലുണ്ട്. അവസാന ദിവസമാണ് ഗുരുതി. അയ്യപ്പന്റെ മണിമണ്ഡപത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. മകരവിളക്ക് ബന്ധപ്പെട്ട് മകരവിളക്ക് അടിയന്തരത്തിലെ പ്രധാനപ്പെട്ട 5 ചടങ്ങുകളാണ് കളമെഴുത്ത്, എഴുന്നള്ളത്ത്, നായാട്ടുവിളി, പാട്ട്, ഗുരുതി. ഇതിൽ ആദ്യം പറഞ്ഞ 4 ചടങ്ങുകൾ മകരസംക്രമ ദിവസം മുതൽ 5 ദിവസം ഉണ്ടാവും. 6ാം ദിവസം ഗുരുതി. അയ്യപ്പൻ്റെ സമാധി സ്ഥലമായ, അതായത് മനുഷ്യനായി ചരിത്രപുരുഷനായ അയ്യപ്പൻ ശാസ്താവിൻ്റെ പദത്തിലെത്തിയ സ്ഥലമായ മണിമണ്ഡപത്തിലാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. പന്തളത്തു നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണ പേടകങ്ങളിലെ 2ാമത്തെയും 3ാമത്തെയും പെട്ടികൾ മണിമണ്ഡപത്തിലേക്കാണ് വരുന്നത്. അതായത് മകരവിളക്കടിയന്തരത്തിൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള കൊടികളും നെറ്റിപ്പട്ടവും തിടമ്പും മറ്റുമൊക്കെയാണ് ആ പെട്ടികൾക്കകത്തുള്ളത്. അത് ഇവിടെ വെച്ച് ഭഗവാന്റെ തിരുമുഖം, മീശ പിരിച്ചു വെച്ച മുഖത്തോടു കൂടിയ തിരുമുഖം ആലേഖനം ചെയ്ത തിടമ്പ് ആണ് മണിമണ്ഡപത്തിലെ കളമെഴുത്തിന് ശേഷം എഴുന്നള്ളിക്കുന്നത്. 4 മണിയോടെ ആരംഭിക്കുന്ന കളമെഴുത്തോടെയാണ് വിളക്കെഴുന്നള്ളിപ്പ് ചടങ്ങുകൾ തുടങ്ങുന്നത്. അത്താഴപൂജയ്ക്ക് ശേഷം കൊടികളും നെറ്റിപ്പട്ടവും തിടമ്പും ഉൾപ്പെടെ ആഘോഷമായി മാളികപ്പുറത്തമ്മയെ വണങ്ങി എഴുന്നള്ളത്തായി 18ാം പടിയിലെത്തി നായാട്ടു വിളിക്കും. പെരുന്നാട്, പുന്നമൂട്ട് വീട്ടിൽ കുടുംബാംഗങ്ങളാണ് നായാട്ട് വിളിക്കുന്നത്. തുടർന്ന് ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് മണിമണ്ഡപത്തിലെത്തി കേശാദിപാദം പാടി കളം മായ്ക്കുന്നതോടെ അന്നേ ദിവസത്തെ ചടങ്ങുകൾ അവസാനിക്കും. എഴുന്നള്ളത്തിനുള്ള തിടമ്പിൽ മീശ പിരിച്ചു വച്ചിരിക്കുന്ന യുവാവായ അയ്യപ്പന്റെ രൂപമാണുള്ളത്. അവസാന ദിനം എഴുന്നള്ളിപ്പ് ശരം കുത്തി വരെ പോയി തീവെട്ടിയും മേളവുമില്ലാതെ മടങ്ങിവരും. ഉത്സവത്തിനെത്തിയ ഭക്തരെ സുരക്ഷിതമായി തിരികെ വിട്ടു തിരികെ വരുന്നു എന്നാണ് സങ്കല്പം. റാന്നി കുന്നയ്ക്കാട്ട് കുടുംബത്തിലെ കുറുപ്പന്മാർക്കാണ് ഈ ചടങ്ങുകൾ നടത്താനുള്ള അവകാശം. അജിത്ത് ജനാർദ്ദനക്കുറുപ്പ്, രതീഷ് അയ്യപ്പക്കുറുപ്പ്, ജയകുമാർ ജനാർദ്ദനക്കുറുപ്പ് എന്നിവരാണ് വർഷങ്ങളായി മണിമണ്ഡപത്തിൽ ചടങ്ങുകൾ നടത്തുന്നത്. മകരവിളക്കിന്റെ 3ാം നാളായ വെള്ളിയാഴ്ച മുതൽ വിളക്കെഴുന്നള്ളത്തിനും നായാട്ടുവിളിക്കും പന്തളം രാജകുടുംബാംഗവും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.